ചോദിക്കുന്നുണ്ടാവും ഞാൻ മാത്രം എന്താണ് ഇന്ന് ഇൻട്രോ പറയുന്നതെന്നല്ലേ. അതിനൊരു കാരണമുണ്ട് കൂട്ടുകാരെ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇപ്പൊ സമയം കണ്ടോ, കറക്റ്റ് 11 മണി ആയിട്ടുണ്ടേ. എന്റെ ചമ്പായേ എണീറ്റ് കേൾക്കുവാണ്ടോ അവന്റെ പുല്ല. അപ്പ എണീച്ചില്ലേ അപ്പേ? അതോടാ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് കുഞ്ഞു പെണ്ണേ. അമ്മന്റെ മുറ്റ എണീച്ചോടാ. അപ്പനെ എണ്ണിപ്പിച്ച് എണ്ണിച്ചടാ പറ. എണ്ണിച്ചടാ 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 അപ്പേ എണീക്കടാ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിന്റെ മുടി വരുന്നത് നല്ല കൊമ്പൻ ജെല്ലീനെ പോലെ ഇരിപ്പുണ്ട്. നമുക്കിത് ഒതുക്കണം കൂട്ടുകാരെ, ഒതുക്കണം. അല്ലമ്മാ അന്റെ ആരാ അമ്മന്റെ മുറ്റേ അമ്മന്റെ ഷൊറ്റേ. സ്കൈന്റെ പുതിയ ചീപ്പ്, പുതിയതല്ല, ആള് മുടി ചീവാൻ തുടങ്ങിയപ്പോ തൊട്ട് മേടിച്ച ചീപ്പാണിത്. ഭയങ്കര ഇഷ്ടാട്ടോ. ഇതിലിങ്ങനെ കിലുക്കിയുണ്ട്, കിലിങ്ങും കണ്ടോ, ഇവിടെ സ്റ്റാർ പോലത്തതുണ്ടോ ഇങ്ങനെ കേട്ടോ. കേട്ടോ നല്ലതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയേ കൂട്ടുകാരോട് പറഞ്ഞേ. അല്ല കുട്ടികാടനാ എണീറ്റ് സുന്ദരി കുട്ടി ആയിട്ടോ. അയ്യോ എടുക്കാൻ പോലെ കൂട്ടുകാരെ, ഞാൻ ഒങ്ങിപ്പോയി 11 ഓന് വരും. അമ്മണ്ട് പൊന്നാൻ കറ്റി. അമ്മേ അമ്മ സർപ്രൈസ് തരട്ടെ. നിക്ക് ഇവിടെ ഇരുന്ന സർപ്രൈസ്. കുഞ്ഞി താടാവേ താടാവേ താടാവേ. വാ താറാവേ നമുക്ക് പോവാം. നീ എണീക്കുന്നുണ്ടോ? രണ്ടുപേര് എങ്ങനെ കിടന്നേന്നറിയാം. ഞാനത് കാണിക്കാൻ വന്ന് നോക്കുമ്പോ ഉണ്ട് ഇവളെ എണീച്ച് കിടക്കുന്നു. നീ ഞെക്കി കെട്ടി പിടിച്ച് ഞെക്കി കിടക്കുന്നേ. നിന്നോട് പാട്ട് പാടാനടാ. നീ എപ്പോഴും എണീച്ച്? എപ്പോഴാ നീ എണീച്ച്? ഇപ്പൊ ഞാൻ നോക്കുമ്പോ നിന്നെ നോക്കി കണ്ണും തുറന്ന് കിടക്കുന്നു. ചൊമ്പോനെ ബാബാ ബാബാ, രണ്ടുപേർക്ക് സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ട്, സർപ്രൈസ് ഉണ്ടടാ. വാടാ വാടാ കുഞ്ഞാ, രാവിലെ തന്നെ സർപ്രൈസ് ഉണ്ട്. എണീക്ക് ഭയങ്കര. നീ ഇന്നത്തെ ദിവസം അത് കണ്ടിട്ടുണ്ടായിട്ട് ഭയങ്കര എനർജറ്റിക് ആൻഡ് പവർഫുൾ ആവും കുഞ്ഞാ. വാ ചാടി എണീക്കാൻ പറ അപ്പനോട്. നീ എന്താ ഫാദർന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. നിനക്കുണ്ട്. ബാ ബാ ബാ. സാമ്പോ പറയുന്ന സാമ്പോയ്ക്ക് ഉറക്കം മതിയായില്ല എന്നാണ്. കുഞ്ഞിപ്പെണ്ണ് നിനക്ക് ഉറക്കം മതിയായോ? 12 മണി. ആ ഇല്ല, എണീക്കണ്ട, അവിടെ ഇരുന്നോ. വാ പതുപ്പ് മടക്കി വെക്കണേ. ആ അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് രാവിലെ പോകേണ്ട കുറച്ച് ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കലായിരുന്നു രാവിലത്തെ പരിപാടി. കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അതിൻ്റെ പുറകെയായിരുന്നു. അപ്പം നോക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കുന്നു. നമ്മുടെ ചെല്ലക്കുട്ടി എണീറ്റ് വന്നേ കേട്ടോ. അമ്മച്ചൊരു ഉമ്മാടാ, ഒരു ഉമ്മത. ആ ഇവരാവട്ടെ ഉമ്മത. കുഞ്ഞിപ്പെണ്ണ് ഒരു കുഞ്ഞിപ്പെണ്ണ്. ഇവിടെ ഒരു ഉമ്മതാ. സ്കൈ ഉമ്മ എവിടെ തരുന്ന? ഉമ്മ എവിടെയാ തരുന്ന ഉമ്മ? മുറ്റ്. അപ്പൊ സ്കൈ രാവിലെ തന്നെ എണീച്ചിട്ട് കോഴീനെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. കോഴീനൊക്കെ രാവിലെ തുറന്നു വിട്ട്. ആ
സാമ്പോ അവിടെ നിന്ന് എണീച്ച് ഇവിടെ വന്ന് കിടന്നു കേട്ടോ. ഓർഡറും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണേ. എടാ കള്ള, നീ രാവിലെ എണീച്ചിട്ട് അവിടെ നിന്ന് എണീച്ച് ഇവിടെ വന്ന് കിടക്കലാണോടാ പണി? നേരമായിട്ട് നല്ല കാലത്ത് കിടന്നുറങ്ങിയപ്പോ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേ കൊറേ സമയമായിട്ടോ. അയ്യോ നല്ലവണ്ണം ഉറങ്ങി. ഞാൻ എന്തൊക്കെയാ സ്വപ്നം കണ്ടേന്നോ. ഞാനാണെങ്കില് നിന്നെ ഞാൻ തന്നെ കടത്തും കുഞ്ഞ. നീ എന്തൊരു ഇടിയാ. ഞാനൊരു പോത്തിന് വെടി വെച്ചു വന്നു. എന്റെ ദൈവം, ആ വെടി മൊത്തം കൊണ്ടത് എനിക്കിട്ട. എന്നാല് നീ ഇടിക്കുകയോ ചെയ്തേ. AK-47 കൊണ്ട് വെടി വെച്ചു വന്നു. ഞാന് സൈഡ് നിൽക്കുമായിരുന്നു കാട്ടുപോത്ത്. അപ്പൊ AK-47 വെടി വെച്ചു വന്നു. എന്നിട്ട് ചത്ത് കഴിയുമ്പോ ഞാൻ നോക്കിയപ്പോ അത് കുതിരയായിരുന്നു, കാട്ടുപോത്തല്ലായിരുന്നു. അതിന് ഭയങ്കര കുറ്റബോധം. കുതിരേനെ കൊന്നില്ലേ. മമ്മി ഞെട്ടി തെറിച്ചൊക്കെയാ നോക്കുന്നേ. മമ്മി കണ്ടോ? മമ്മി അറിഞ്ഞോ ഇച്ച കാണുന്ന സ്വപ്നൊക്കെ? കാട്ടുപോത്തിന് വെടി വെച്ചു വന്നു ഞാന്. ആ, കാട്ടുപോത്തിന് വെടിവെച്ച് കൊണ്ടുവന്ന് ലാസ്റ്റ് കൊന്നു കിടക്കുന്നതിനെ നോക്കുമ്പോ അത് കുതിരയാന്ന്, കാട്ടുപോത്തല്ലാന്ന്. ഇതൊക്കെ നിന്നെ ജയിലിൽ പിടിച്ചിടി. എന്നിട്ട് കാട്ടുപോത്താന്ന് പറഞ്ഞ എനിക്കിട്ടായിരുന്നു ഇടി മൊത്തം രാത്രിയില്. എന്റെ കുഞ്ഞാ. കാട്ടുപോത്തിന്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് വെടിവെക്കാത്ത നന്നല്ല, പിന്നെ പെണ്ണിനിട്ട് കിട്ടിയാനെ. എടാ കാട്ടുപോത്തിനൊന്നും വെടിവെക്കുന്ന പോലെ സ്വപ്നത്തിൽ പോലും കണ്ടേക്കരുത്. ഇന്നെ പിടിച്ച് ജയിലിലിടും. സ്വപ്നത്തിൽ കണ്ടാലോ? അങ്ങനെയൊന്നുമില്ല. സ്വപ്നത്തിൽ കാണുന്ന സ്വപ്നത്തിൽ എന്തൊക്കെ കാണും. അതിനെല്ലാത്തിനും ഇരയാവുന്ന ഞാനായി ഞാൻ. അതെ ബാ 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 ഇച്ചപ്പേ ബാ. എവിടെ ചോന്നിരിക്കുന്നു? അയ്യോ ശരിയാണല്ലോ. രാവിലെ എണീച്ചിട്ട് സംഭവം സർച്ചിങ് തുടങ്ങിട്ടോ. ചായ കുടിക്കാം ബാ. പല്ലേ കയറുന്നില്ല. സാമ്പ പല്ലൊന്നും തേക്കാണ്ടോ ചായ കുടിക്കാ. പാറയല്ലേടി. ഞാനാണ് ഉറങ്ങി എണീച്ചപ്പോ വൈകി പോയി. അതാട്ട് പറ്റിയേ. ഞാൻ പോയി ചായ കുടിക്കിട്ടോ. ആ ഞാൻ എപ്പോഴും ഉറങ്ങിയെന്ന് പറഞ്ഞു. കുഞ്ഞിപ്പെണ്ണ് രാത്രി കരഞ്ഞതറിഞ്ഞോ? ഞാൻ രാത്രി കരഞ്ഞതറിഞ്ഞോ? അറിഞ്ഞോ? പറ പറ പറയടി. നീ എന്തിനാ വക്കൂരി രാത്രി? ഇന്നലെ രാത്രി മൊത്തം കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എന്തോ ഒരു കരച്ചിലായിരുന്നോന്നറിയോ. ഇന്നലെ കുഞ്ഞിപ്പെണ്ണ് എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ. എനിക്കാണെ ഭയങ്കര ഗ്യാസ് ഒടുങ്ങിയിട്ട്, നമുക്ക് ഗ്യാസ് ഒടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തു പോകുമ്പോഴാ കേട്ടോ ഭയങ്കര പെട്ടെന്ന് വിയർത്ത് വയറ്റിന്നൊക്കെ എന്തോ ഉരുണ്ടങ്ങ് കേറി നെഞ്ചിലെന്തോ കുടുങ്ങും പോലെയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര വയ്യായികയായിരുന്നു ഇന്നലെ രാത്രിയിൽ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇച്ചി പുറത്തും തട്ടിയപ്പോ 2 ഗ്യാസ് അങ്ങ് പോയി. അപ്പോഴാണ് ഒന്ന് ശ്വാസം നേരെ വീണ കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ട് എന്തായാലും ഒരു രാത്രിയിൽ എന്തൊക്കെ കാര്യങ്ങളല്ലേ നടക്കുക. എന്റെ അമ്മ എന്താ സീനാന്നറിയോ. പിന്നെ നമ്മൾ കണ്ണോർന്ന് നോക്കുമ്പോ വെട്ടോ ഇല്ല മര്യാദക്ക്. എന്താ ഇവളെന്താ ഇങ്ങനെ നടക്കുന്നേ? നിങ്ങൾ രണ്ടെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞങ്ങൾ ഉറക്കെണീച്ച് വന്നതിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ആട്ടോ. ഉറക്കെണീച്ച് അപ്പൊ നമ്മൾ ഡെയിലി വ്ലോഗ് കാണിച്ചു. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഒരു ഡെയിലി വ്ലോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ രാവിലെ എണീച്ച് എല്ലാ അച്ചാറിന്റെ പരിപാടികളെല്ലാം സെറ്റാക്കി കുറച്ച് ഓർഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നിങ്ങളോട് ഇപ്പൊ അനൗൺസ് ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം, അച്ചാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബീട്രൂട്ട് അച്ചാർ തീർന്നിരിക്കുകയാണ് കൂട്ടുകാർ. കേരമീൻ അച്ചാർ 1 കിലോ കൂടി ഉള്ളൂ. അതായത് 500 ഗ്രാമിന്റെ 2 ബോട്ടിലും കൂടി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിയും. മിക്കവാറും അത് ഇന്നത്തോടെ തീരാനുള്ള ചാൻസ് എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഗീവവയ്ക്കുള്ള നമ്മുടെ ഗീവവയ്ക്കുള്ള ബോട്ടിൽ മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളൂ. ഗീവവേന്റെ കാര്യം മറക്കണ്ട കൂട്ടുകാർ. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക് പേജിൽ ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ വീഡിയോന്റെ അടിയിൽ നിങ്ങളുടെ ഫേവറേറ്റ് പിക്കുള്ളതാണെന്ന് കമന്റ് ചെയ്യുക. ഇത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ കുറച്ച് ആൾക്കാരായിട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വിരൽ എന്നാണ് ആൾക്കാർ ചെയ്തിട്ടുള്ളൂ. ഒരു 10-50 ആൾക്കാരിന്റെ ഉള്ളിൽ ഉള്ളൂ കേട്ടോ ഫോളോ ചെയ്തിട്ടുള്ളത് പുതിയ ആൾക്കാർ. അപ്പൊ അതിലൊരാൾക്കായിരിക്കും നമ്മുടെ അച്ചാറുകളെല്ലാം കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിൽ കയറിയിട്ട് നമ്മുടെ
പേജ് ഫോളോ ചെയ്ത കൂട്ടുകാർ, ഓക്കെ പൊന്മണിയുടെ പേജ്. അപ്പം പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാർ, നമ്മുടെ ഗിവ് അവേ ഈ വരുന്ന സൺഡേ ആണ്. ഈ സൺഡേക്കുള്ളിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ, അതായത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ലാസ്റ്റത്തെ വീഡിയോ ഷെയർ ചെയ്ത് ആ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുന്ന ആൾക്കായിരിക്കും ഒരാൾക്കായിരിക്കും നമ്മളെ പിക്കിൾസ് എല്ലാം ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതുവരെയായിട്ട് നമ്മുടെ ഈ 3 കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ളൂ. അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് കയറിയിട്ട് ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് കമന്റിലുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 10-30 ആൾക്കാർ ആയിട്ടുള്ളൂ ഇതുവരെയായിട്ട്. അപ്പം അതിലൊരാൾക്കായിരിക്കും നമ്മുടെ പിക്കിൾസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന കൂട്ടുകാർ. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കയറിയിട്ട് ഫോളോ ചെയ്തോ. അതിനകത്ത് ഒരാളെ നമ്മൾ ഈ വരുന്ന സൺഡേ നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരെ നമ്മുടെ പിക്കിൾസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരും. അപ്പോൾ കൂട്ടുകാരെ, ഇതാ രാവിലെ എണീച്ച് ഫ്രഷ് ഒക്കെ ആയി ഞാനും കുഞ്ഞിപ്പെണ്ണും നാണ്ട പറമ്പ് വരെ പോവാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് വെള്ളം അടിക്കുന്ന താഴെയാണ് നമ്മുടെ മോട്ടർ, നമ്മുടെ കിണറുള്ളത് കേട്ടോ. താഴെ നമ്മുടെ റോഡിനൊക്കെ താഴെയാണ് കിണറുള്ളത്. അപ്പോൾ താഴേന്നാണ് നമ്മൾ മോട്ടർ അടിച്ച് വീട്ടിലേക്ക് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ പറമ്പിലാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ മേലെ പോയിട്ട് വാൾവൊക്കെ തിരിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിറഞ്ഞു കഴിയുമ്പോൾ മേലെ നമ്മുടെ കുളമില്ലേ, മീൻകുളത്തിലേക്കൊക്കെ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് ഒരു വാൾവുണ്ട്. അപ്പോൾ ആ വാൾവ് തിരിക്കാൻ വേണ്ടി പോകാം കൂട്ടുകാരെ. കണ്ടോ, ഈ കാണുന്ന വാൾവാണ് കൂട്ടുകാരെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ പറമ്പിലേക്കുള്ള വാൾവ് കേട്ടോ. അപ്പോൾ തിരിക്കാം. തിരിച്ചു. അപ്പോൾ നമ്മുടെ ടാങ്കൊക്കെ ഇരിക്കുന്നുണ്ടോ, ടാങ്ക് ഇരിക്കുന്നതാണ്ട് ആ കാണുന്ന 2 കേട്ടോ. ആ നീല ടാങ്ക് 2 നമ്മുടെ വീട്ടിലേക്കുള്ള ടാങ്ക് കേട്ടോ. കണ്ടോ, ചക്ക കണ്ടോ കൂട്ടുകാരെ, ചക്കയായിട്ടുണ്ട് കേട്ടോ ഈ പ്ലാവിൽ. ഒറ്റൊന്നേ ഉള്ളൂ, താഴെ മാത്രമേ ഉള്ളൂ. ചക്കുറ്റി ചക്ക കണ്ടോ, ചക്കപ്പഞ്ഞി നമുക്ക് വലുതായിട്ട്. അപ്പോൾ വീട്ടിൽ ഇപ്പോൾ പൊന്നു താണ്ട റോസാപ്പൂ ഒക്കെ നനയ്ക്കുക കേട്ടോ. പൊന്നോ ഉഷാറാണോ? ഉച്ചയ്ക്ക് 12 മണിക്കാട്ടോ പൊന്നു റോസാപ്പൂ നനയ്ക്കുന്നത്. ബെക്കു ഉണ്ടായിരുന്നല്ലോ, ബെക്കു അങ്ങോട്ട് ഓടിപ്പോയിട്ടോ. പൈപ്പ് ഓണാക്കിയപ്പോൾ അവൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത്. ബെക്കോ അവനെ കുളിപ്പിക്കുന്നു പേടിച്ചിട്ടെ. ബെക്കോ ഇന്ന് വാ, വരുമോ നോക്കാ. ഇന്ന് വന്നേടാ, പറയട്ടെ വാടാ. അവനെ കുളിപ്പി എടി അവന് കുളിപ്പിക്കാനാണോ ടെൻഷനാ. ഇങ്ങ് വാടാ. അവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ അവന് ഭയങ്കര കളിയാട്ടോ. അവിടെ ഇരിക്കും. എന്താ പരിപാടി? നീ എവിടെ പോയതാ? തോണ്ടൊന്നും വേണ്ട, എന്താ എവിടെ പോയാന്ന് പറ. കുളിപ്പിക്കാതിരിക്കാനാണോ പറയുന്നേ? കൊച്ചിനെ കാണാൻ ബക്കാരി വന്നോ? അവളവിടെ മുറ്റത്ത് ഈ പൊടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഇതാക്കുന്നതാണ് കേട്ടോ, വെള്ളം തളിക്കുന്നേ കണ്ടാ. അല്ല, അവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുമ്പോൾ ഒക്കെ ഭയങ്കര പൊടിയായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം അവനോട് ചീറ്റുന്നുണ്ട്. മോട്ടർ അടിക്കുന്നതുകൊണ്ട് മോളിക്കൂട്ടം വെള്ളം പിടിക്കുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. അലക്കാനുള്ള കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയായിരുന്നു. അടുത്ത് പോയോ? അതാ കൂട്ടിക്കർ. എടാ ബെക്കു കൂടി കയറിക്കേ. ബെക്കൊരു കുളിപ്പിക്കാൻ പോട്ടോ. നല്ലോണം വെള്ളം ഒഴിക്കുക. അതെ കണ്ടോ, ഡെയിലി നമ്മൾ ബെക്കുവിന് മേത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതെല്ലാം അവന് ഭയങ്കര ചൂടാണ്. ഒന്നാമത് കറുത്ത കളറൂടെ ആയതുകൊണ്ട് ചൂട് ഭയങ്കരമായിരിക്കും കേട്ടോ പട്ടിക്ക്. എന്താടി, ഞാൻ ശരിക്കും പറഞ്ഞാ കൂട്ടിയിട്ടിട്ട് ഇന്നെ കുളിപ്പിക്കട്ടെ. വാന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് ബെക്കുവിനെ. വാ അടുത്തത് നീയാ. കുഞ്ഞിപ്പെണ്ണ് കുളിക്കാൻ സമയമായി കേട്ടോ. ബെക്കുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞിപ്പെണ്ണ് കുളിപ്പിക്കാൻ. അങ്ങനെ ഇരിക്കുന്നേ. കൂട്ടിട്ട് കുളിപ്പിച്ചു. റൈന റൈനെ എടുത്തോണ്ട് വരണം. റൈനെ വിളിച്ചാൽ വരില്ല കേട്ടോ കുളിപ്പിക്കാൻ. റൈന ബാ. റൈനെ എടുക്കാൻ പൊന്നു നോക്കുന്നുണ്ട്. ഇവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല കേട്ടോ. നീ നടുവെന്ന് കൊടുക്കല്ലേ കുഞ്ഞാ. കേട്ടോ, അവളെ ഇങ്ങനെ കൊണ്ടുവരണം. റൈന കുളിക്കാൻ പൊടി പൊടി കയറ്റിക്കോ. റൈനയ്ക്ക് ഭയങ്കര മടിയാണ്. റൈനയ്ക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര മടിയാണ് കേട്ടോ കുളിക്കാനും കൂട്ടിക്കയറാനും. അവളെപ്പോഴും പുറത്തായിരിക്കും. ഔട്ട്ഡോർ സർവീസ് ആയിരിക്കും റൈനയ്ക്ക്. പറഞ്ഞ പോലെ നിന്ന് തരും. കൂട്ടി കയറുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. റൈനയ്ക്ക് നല്ല പ്രായമായിട്ടോ. റൈനയ്ക്ക് ഇപ്പോൾ ഏകദേശം 12 വയസ്സോ 12 വയസ്സും കണ്ടായിട്ടോ പെൻഷൻ പറ്റാനായിട്ടോ കൂട്ടുകാരെ.
അവക്കൊരു 100 കുഞ്ഞിന് മേലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ റൈനിക്ക്. അപ്പൊ കുഞ്ഞിപ്പെണ്ണെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ട് ചാച്ചാ ചാച്ചാ ചാച്ചാ. അമ്മയാണ് കുളിപ്പിക്കുന്നത്. ടാറ്റാ സ്കൈ. ടാറ്റാ സ്കൈയോ? ടാറ്റാ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഉച്ചയായി സമയം. കുഞ്ഞിപ്പെണ്ണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണ് അങ്ങാൻ പോവാണ് തൊട്ടിൽ കിടന്നിട്ട്. കണ്ടോ തൊട്ടിൽ കിടന്നാണ് ഭയങ്കര രസാ. റോളർ കോസ്റ്ററിൽ പോകുന്നു. റൈഡ് കയറി ഫീലായിട്ട് കുഞ്ഞിപ്പെണ്ണിന് തൊട്ടിൽ കയറുമ്പോ. നമ്മുടെ സാരി തൊട്ടിലാണ് കേട്ടോ കൂട്ടുകാരെ. കണ്ടോ നമ്മുടെ ഓടിന്റെ ഈ ഉത്തരത്തില് കിട്ടിയ പൊന്ന് കെട്ടിയതാണ് കേട്ടോ ഇത്. എവിടെ എവിടെ ചക്കിച്ച് കുറ്റിയേ ഒങ്ങാൻ പോവാനോ വെച്ച്. ടാറ്റാ ഒന്നിക്കോ. ആട്ടിയിലെ എണീച്ചു വരൂട്ടോ. അമ്മേന്റെ പൊന്ന് വാവാവു വാവാവു. അപ്പൊ കുഞ്ഞിപ്പെണ്ണെ പൊന്നോടെ ഉറക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ഇപ്പൊ കൊറിയർ അയക്കാനുള്ളതിന്റെ കുറച്ച് പ്രിന്റ് ചെയ്യാനുണ്ട്, കുറച്ച് ലാബിൾസ് ഒക്കെ പ്രിന്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ടൗണിൽ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്നലെ ഓർഡർ ചെയ്ത നമ്മുടെ ഹോം മെയ്ഡ് പിക്കിൾസ് നമ്മൾ ഇന്നാണ് കേട്ടോ അയക്കുന്നത്. അപ്പൊ അതിന്റെ കൊറിയറിന്റെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടി പോകുന്നത്, അതിന്റെ ലാബിൾസ് ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പോയിട്ട് വരാം കേട്ടോ. എന്റെ പൊന്നുകൂട്ടുകാർ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടോ കേട്ടോ. ഇതാരാന്ന് നോക്കിയേ. ഞാന് തുണിയൊക്കെ മടക്കി വെച്ചിട്ട് ഒരുത്തി അതൊക്കെ ഇരുന്ന് നിവർത്തിയിട്ട് എനിക്ക് ഇത് എടുത്തോണ്ട് തരുവാ. എന്നിട്ട് തലയിലിട്ട് കാണിക്കാം, നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അതെ ഇതൊക്കെ മടക്കി വെച്ച തുണി. എന്റെ ബനിയനാട്ടോ, എന്റെ ബനിയൻ കുഞ്ഞിപ്പണി ഇട്ടിട്ട് ഇരിക്കുന്നു നോക്കിയേ. നിന്റെ അമ്മയോ ഇട്ടിട്ട് ഇരിക്കുന്ന കിട്ടാറില്ല. ഇപ്പൊ നീ ഇവിടെ തുടങ്ങി. ഇവിടെ ഇരിക്കേ അമ്മ കാണിച്ചു തരാം. വെള്ളാട്ട് പോക്കർ കാണിച്ചു തരാം. വെള്ളാട്ട് പോക്കർ അപ്പന്റെ കുഞ്ഞ് വെള്ളാട്ട് പോക്കറാനോ? എന്റെ ജോബോ ഒരു ഷോർട്ടിനോ കുഞ്ഞുമാവാ. കണ്ട് രസിക്കോ കുഞ്ഞു പെണ്ണ് കണ്ണാടി നോക്കിട്ട്. അതൊക്കെ എടുത്ത് തിന്നാൻ നോക്കണം. എന്റെ പൊന്നെ. അപ്പൊ കൂട്ടുകാരെ പാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടോ. ഇനി ഇപ്പൊ വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്ത അച്ചാറുകളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പൊ അതിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആട്ടോ ഇനി വരുന്ന കാര്യങ്ങള്. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാണേ. കുഞ്ഞിപ്പെണ്ണിന്റെ പൊന്നുവിന്റെ ഉറങ്ങിപ്പോയിട്ട് അപ്പത്തേക്ക് കൊണ്ട് അത് അടുത്ത് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണിന്. കുഞ്ഞിപ്പെണ്ണിന്റെ പേര് ഗിഫ്റ്റ് വന്നിട്ട് കുഞ്ഞിപ്പെണ്ണ് ഉടുപ്പാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉടുപ്പ് വന്നിട്ടുണ്ടല്ലേ. അവരാരാ നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പം നമുക്ക് വാട്സപ്പിൽ ആ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര കംഫർട്ടായിരുന്നു ആ ഉടുപ്പ്. അപ്പൊ അടുത്ത ഉടുപ്പും വന്നിട്ടുണ്ട്. ഇത്ര സൈഡിലമ്മി ഇത് വലിയ ഉടുപ്പാണല്ലോ. നല്ല രസമുണ്ടല്ലേ. നല്ല കളറ് അല്ലേ. നല്ല രസമുണ്ടല്ലേ. വെറൈറ്റി. വലിപ്പം കുറച്ച് കൂടുതലാണ് കേട്ടോ. അത് മടക്കി വെച്ചാൽ ഇപ്പൊ ഇപ്പൊ എങ്ങനെ ഇടുന്നേ? കുഞ്ഞിപ്പെണ്ണ് വലുതാകുമ്പോ ഇടാം. കുഞ്ഞിപ്പെണ്ണ് വലുതാകുമ്പോ ഇടാനുള്ള പാടുള്ളത്. അപ്പൊ കുഞ്ഞുമാവ് അപ്പുജി ഒക്കാനോരി കൊച്ചിന് ഗിഫ്റ്റ് വാങ്ങിയോരി. നല്ല ഉറക്കത്തിലാണ് കുഞ്ഞിപ്പെണ്ണ്. ഇപ്പൊ ഇടാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ ഇടുന്നേ. പൊന്നൂന് ഇടാത്. അതന്നെ കുഴപ്പമൊന്നുമില്ല. തുണിയല്ലേ. എനിക്കല്ല കുഞ്ഞിപ്പെണ്ണിന് വന്നതാ. അപ്പൊ കൂട്ടുകാരൻ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് കുറച്ച് ജ്യൂസ് വാങ്ങിട്ടാണ് വിചാരിച്ചോ. ജ്യൂസ് മിറിൻഡ ജ്യൂസ്, തണുത്ത മിറിൻഡ ജ്യൂസോ സ്പ്രൈറ്റോ അങ്ങനെ ഒരു വാങ്ങിട്ട് കഴിക്കാൻ വിചാരിച്ചോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണും കൂടുന്നുണ്ട് കേട്ടോ. എന്റെ ഹെൽമെറ്റ് ഇല്ല, എനിക്ക് ഹെൽമെറ്റ് ആണ്. ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വഴിക്ക് വന്നിട്ട് ഇങ്ങനെ മോട്ട ഇറക്കുന്നേ. ഞാൻ ഹെൽമെറ്റ് എടുക്കൂല, ഞാൻ ഈ ഹെൽമെറ്റ് എടുക്കൂ. ഇത് പുതിയ ഹെൽമെറ്റ് ആട്ടോ. കൂട്ടുകാരെ എനിക്ക് ഹെൽമെറ്റ് മേടിക്കാനാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തൊന്ന് പൈസ അടിച്ചിട്ട് പോയവൻ, എന്നിട്ട് ഇവൻ അത് വെച്ചോണ്ട് നടക്കുന്നത്. എന്താടാ അങ്ങനെ പറയരുതായിരുന്നു നീ. ഇവള് ഇതാണ് മോഡേൺ, അത് പണ്ടത്തെ. ഓ നീയാണോ മോഡേൺ? ഞാൻ മോഡേൺ. ഇതെനിക്ക് ടൈറ്റ് ആക്കി തരണം. ഹെൽമെറ്റ് തന്നെ ടൈറ്റ്. ഇത് ഹെൽമെറ്റ് തന്നെ ഇടാനൊന്നും അറിയത്തില്ല കേട്ടോ. ഹെൽമെറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് തിരിച്ച് വന്നിട്ട് ഹെൽമെറ്റ് പൂജ കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് പൊന്നു പ്രത്യേകത കേട്ടോ. ഊരൊന്നും വേണ്ട കേട്ടോ. അവർക്ക് തന്നെ ഇടാനും ഇടാൻ അറിയാം, ഊരാൻ അറിയത്തില്ല കേട്ടോ. ഒന്ന് പോകുന്നതാ. കണ്ടില്ലേ, മനസ്സിലായില്ലേ നിങ്ങക്ക്?
ഇതൊക്കെ വലിച്ചാ നീ ചുമന്ന എനിക്കറിയാം കേട്ടോ. ഓടി അവിടുന്ന്. അപ്പൊ പോയിട്ട് ജ്യൂസ് വാങ്ങിട്ട് വരാം. മോളിക്കൂട്ടാ വാങ്ങിട്ട് വരാം. മോളിക്കൂട്ടത്തിന് മിറന്റെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ സ്കൂട്ടറിലാണ് കൂട്ടുകാരെ പോകുന്നത് കേട്ടോ. സ്കൂട്ടറിൽ കുഞ്ഞിപ്പെണ്ണെ കൊണ്ടുപോകാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ അവിടെ ചെല്ലുമ്പോ എല്ലാം വലിച്ചു വാരിയിടും കേട്ടോ. നമുക്ക് പോയിട്ട് പെട്ടെന്ന് അതിനാ എനിക്ക് ഇവിടുന്ന് കയറിക്കോ. പേടിയാ. ഇല്ല പേടിയില്ല. എനിക്ക് ഇല്ല ഇവിടുന്ന് കയറി പിള്ളാട്ടെ ഇവിടെ വലിയ അഡ്വഞ്ചർ ആയിട്ട് ജീവിക്കണം. അപ്പൊ പോയിട്ട് വരാം കൂട്ടുകാരെ. അപ്പൊ ഇറങ്ങാം എന്നാ. ചക്കിച്ചക്കൂറ്റി ഇരിക്കുവാൻ കൂറ്റില്ലേ ഒഞ്ചോണി പിടിച്ചിരിക്കണേ. കൊച്ചാടി പോലെ കൊച്ചാടി പോകുന്നില്ല. എടി നീ കൊച്ചിനെ എങ്ങനെ പിടിച്ചേക്കുന്നേ? മുറുക്കിയോ? എങ്ങനെ പിടിച്ചേക്കുന്നേ? നല്ലോണം പിടിച്ചിട്ടുണ്ട്. കാറ്റടിച്ചിട്ടേ നല്ല കേട്ടോ പോണേ. കാറ്റടിച്ചിട്ട് കുഞ്ഞിപ്പേടെ പാട്ട് പാടും കേട്ടോ. അങ്ങനെ പറയാൻ നല്ല സുഖല്ലേ? അപ്പൊ നമ്മള് വീട്ടിലെത്തി എല്ലാരും മിറണ്ട കുടിക്കാട്ടോ. കണ്ടോ തണുത്ത മിറന്റെ കൂട്ടുകാരൻ, തണുത്ത മിറന്റെ ചൂടത്ത് കഴിയുന്ന രസമാണോ അല്ലേ? ആഹാ ഓഹോ. അപ്പയും മോളും കൂടെ വഴക്കാട്ടോ. പോയതാട്ടോ. അവക്കറിയില്ല കുഞ്ഞു കുഞ്ഞു പേപ്പർ മുറിച്ചിട്ട് നമ്മള് കയ്യിൽ വെച്ചിട്ട് ചെറിയ ഓരോ കഷ്ണം എടുത്തിട്ട് വായ ഇടുക കേട്ടോ. ഞാൻ എല്ലാം വാങ്ങിച്ച് കൈ പിടിച്ചു. എന്നിട്ട് അതിന്റെ അടുത്ത് വാങ്ങിക്കാൻ നോക്കുന്നയാ. എന്റെ ബുദ്ധി പോയതാ കിട്ടാഞ്ഞിട്ട്. മടി കയറിയിരിക്കാനാ? അയ്യോ ഇതെന്താ പുലിമുരുകനോ? ആ എന്തോരം പേപ്പർ എന്റെ കയ്യില്. കിട്ടിയോ? ബെസ്റ്റ്. മുഖത്തിന്റെ എക്സ്പ്രഷനോ കൊടുത്താണ്ടല്ലോ എടുത്ത് വായിലിടും. അതാണ് കൊടുക്കാം. അപ്പ മോളും രണ്ടുപേരും മഴക്കാട്ടോ. വാ നെയ്യപ്പം തരാമ. അല്ലോടാ എന്താടാ? നന്ന പിടി 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 പിടി. നമുക്ക് രണ്ടും കഴിക്കാം. പേപ്പർ കൊണ്ട് പക്ഷെ അപ്പൊ തരില്ല. അയ്യോ ആരാ പറയണേ നോക്കിയേ. കൊച്ചിനെ കരയിപ്പിച്ചല്ലോ. കൊച്ചു ചുമ്മാ കിടന്ന് കരയുന്നയാ. ഇവിടെ ഇരുന്നോട്ടെ. ആ നീ അതെടുത്തോ. അത് കുഴപ്പമില്ല, അത് കീറൂല. കുഞ്ഞിപ്പനുണ്ടല്ലോ പേപ്പർ ആകുമ്പോൾ കുഞ്ഞ് പേപ്പർ ആയിരുന്നു കേട്ടോ. അത് കീറി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കിയിട്ട് മെല്ലെ നൈസിന് വായിലിടുമായിരുന്നു. അത് മാറ്റിയതാ. പിന്നെ ഇതാകുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കവറാണ് കേട്ടോ. അപ്പോൾ കീറാൻ പറ്റില്ലല്ലോ. ഞാൻ ഇത് കളിച്ചോട്ടെ. എന്നെ സോപ്പ് ഇട്ട കിട്ടുമെന്ന് ഓർത്തിട്ട് മെല്ലെ കീറി ഒരുപാട് എടുക്കാൻ വേണ്ടിയിട്ട്. പിടിച്ചു കീറും കേട്ടോ. എന്താ നിനക്ക് വേണ്ടേ? ആ പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ അപ്പൻ എന്നെ കൊച്ചു വെച്ച് തിന്നാൻ നോക്കൂലേ ഈ പേപ്പര്. നമുക്ക് വേണ്ട, കളയാം. അപ്പൊ കൂട്ടുകാരെ പൊന്നും മമ്മി അടുക്കളയിൽ എന്തൊക്കെ പരിപാടിയാണ്, എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാറാട്ടോ ഇന്ന് ചോറ് കൂട്ടാന്. ചോറ് സാമ്പാർ. കുഞ്ഞാ എന്താ സാമ്പാർ ഉണ്ടാക്കുന്നേ? സാമ്പാർ നെയ്യപ്പം എന്ന് പറയുന്നത് കേട്ടോ. നെയ്യപ്പം സാമ്പാർ കൂടി കഴിക്കാനോ? അങ്ങനെ എന്തൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ.
ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ചപ്പാത്തി ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുസ്തിയൊക്കെ കഴിഞ്ഞു. നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം അവരെന്താ പരിപാടിന്ന്. എന്താ എന്റെ ചിനുങ്ങണേ കുഞ്ഞുമണി ചിനുങ്ങിയാണ്ടോ എന്താ പരിപാടി? സാമ്പാറും നെയ്യപ്പോ. എന്താ സാമ്പാർ നെയ്യപ്പാണോ രാത്രി കഴിക്കാന്ന്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സാമ്പാർ വിത്ത് നെയ്യപ്പം. അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഇവള് വെറുതെ പറയുന്നേ. കഴിക്കാൻ പറ്റില്ലാത്ത പഴംപൊരിയും ബീഫും കഴിക്കാൻ പറ്റുമോ? സാമ്പാർ നെയ്യപ്പോ? എന്തായാലും മോളിക്കുട്ടനെ ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. മോളിക്കുട്ട നെയ്യപ്പം ഉണ്ടാക്കി വെച്ചേക്ക്. എന്റെ വക സാമ്പാറും അമ്മേന്റെ വക നെയ്യപ്പവും. സാമ്പാർ നെയ്യപ്പം, സാമ്പാർ നെയ്യപ്പം. എന്നാ പിന്നെ നമുക്ക് സാമ്പാർ നെയ്യപ്പം കഴിക്കാൻ കൂട്ടുകാരെ രാത്രി. അതിൽ ചക്കര കുറ്റി സാമ്പാർ നെയ്യപ്പോ എങ്ങനെ കഴിച്ചു നോക്കാഞ്ഞേ. അപ്പൊ കൂട്ടുകാർ നേരത്തെ പറഞ്ഞ സാമ്പാർ നെയ്യപ്പത്തിന്റെ കൂടെ കഴിക്കാന്ന് പൊന്നു ചുമ്മാ പറഞ്ഞ കേട്ടോ. സാമ്പാർ ചായയും കൂടി കഴിക്കാന്ന്, നെയ്യപ്പം ചായയും കൂടി കഴിക്കാൻ വേണ്ടിട്ടാട്ടോ. എന്താ നെയ്യപ്പം റെഡി ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാ. കുഞ്ഞിപ്പൺ മെല്ലെ മെല്ലെ കഴിക്കാൻ നോക്കുന്നുണ്ട്. കുഞ്ഞിപ്പൺ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കൊച്ചു നെയ്യപ്പം കഴിക്കാൻ നോക്കുവാനെ കൊച്ച്. നെയ്യപ്പത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ മുരിയാത്ത ഭാഗമില്ല, അതിന്റെ കുഞ്ഞു കഷ്ണം കുഞ്ഞിപ്പണ്ട് വായി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ? നീ ചുമ്മാ പേപ്പറൊക്കെ തിന്നുന്നതിന് ചുമ്മാ നെയ്യപ്പൊക്കെ ചിഞ്ഞ്. കുഞ്ഞിപ്പണ്ണ് കേട്ടോ നെയ്യപ്പം കഴിച്ചിട്ട് കാണിക്കുന്നേ. കുഞ്ഞിപ്പണ്ണ് പിന്നെ വേണം കേട്ടോ. കുറച്ച് എൻ്റെ അടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കുഞ്ഞു കഷ്ണം. ഇവള് വാങ്ങിച്ച് കഴിക്കോട്ടോ, എൻ്റെ അടുത്ത് വാങ്ങിച്ച് കഴിക്കുക നെയ്യപ്പം. നെയ്യപ്പത്തിന്റെ ഉള്ളിൽ കണ്ടോ നെയ്യപ്പം ഭയങ്കര ഇഷ്ടായിട്ടോ. എന്തേലും കഴിച്ചാ മതിയെന്ന് തരാനടാ. മമ്മിന്റെ നെയ്യപ്പം കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ തന്നെ വായിലേക്ക് വെക്കലും പഠിച്ചോ. അമ്മേനെ പോലെയാണല്ലോ. നെയ്യപ്പം ഇഷ്ടമാണോ? ഇത് അപ്പ തരും. നിന്റെ കയ്യിൽ കാണാനില്ലല്ലോ, കാണാൻ മാത്രമില്ല. അമ്മേന്റെ കയ്യിൽ മുളകാ, അപ്പ തരൂട്ടോ. എങ്ങനെയുണ്ട്? നല്ല നെയ്യപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മുരിഞ്ഞിട്ട് പുറത്ത് മുരിയാത്ത ഭാഗം കേട്ടോ കുഞ്ഞുമിട്ട് കൊടുക്കുന്നതിന് ഉള്ളിലെ ഭാഗം നല്ല സോഫ്റ്റാ. തേങ്ങാക്കൊത്ത് നോക്കണം കേട്ടോടാ. എന്റെ സാമ്പാർ സെറ്റായി. ഞാൻ സാമ്പാർ ഇളക്കട്ടെ. അപ്പോൾ കൂട്ടുകാരത് എൻ്റെ സാമ്പാർ ഇവിടെ തിളച്ച് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കണ്ടോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇച്ചിരി ചാറാക്കി വെച്ചതാട്ടോ. ഇവിടെ എല്ലാവർക്കും ചാറ് വേണേ. നല്ല വറവൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തരാൻ കൂട്ടിക്കോട്ടോ. ഈ മുരിങ്ങക്കായ മുരിങ്ങക്കായൊക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് കൂട്ടി വയ്ക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ എൻ്റെ സാമ്പാർ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി ഇവർ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. നിനക്ക് എൻ്റെ സാമ്പാർ ഇഷ്ടമല്ലേടാ? കുഞ്ഞിനെ കൊണ്ടൊരു സാമ്പാർ വെപ്പിക്കാന്ന് വെച്ചു. വെപ്പിച്ചതല്ല, ഞാൻ തന്നെ വെച്ചിട്ടോ. മമ്മി വിറകും പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ പാവം വരുമ്പോ മടുക്കൂല. അപ്പൊ ഇന്ന് വൈകുന്നേരം വീഡിയോ എടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിപ്പെണ്ണാണ് ഇന്ന് ഇച്ചേനോട് ഭയങ്കര സ്നേഹം. ഇച്ചേന്റെ കൂടെ തന്നെയായിരുന്നു അല്ലേ? ഇങ്ങനെ അങ്ങനെ നിന്നിട്ടില്ലല്ലോ. മൊത്തം ഇച്ചേന്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അടുക്കളയിൽ ജസ്റ്റ് എന്നെ ഒന്ന് വന്ന് ഇടയ്ക്ക് നോക്കും, വന്നിട്ട് പോട്ടോ. എന്നാ അറിയില്ല. ഇപ്പൊ ഇച്ചേന്റെ കൂടെ തന്നെയാകുമ്പോ എനിക്ക് എന്റെ പണികളൊക്കെ ചെയ്യാനും പറ്റും കേട്ടോ. ഇത് ചില ദിവസങ്ങളിൽ എന്റെ പുറകെ നിന്ന് മാറില്ല, ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോഴാണ് ഞാൻ പെട്ടുപോവാ. കുളിക്കാനും വിടില്ല, ഒന്നിനും വിടില്ല. എന്താ ഞാൻ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞ തീറ്റല്ല അല്ലേ? ഇത്രയും ദിവസം എന്നെ ഒന്നിനും വിടില്ലായിരുന്നു, ഒന്നിനും സമ്മതിക്കില്ല, ബാത്റൂം പോലും വിടില്ല. നീയല്ല കുഞ്ഞിപ്പെണ്ണ്. പക്ഷെ ഇന്ന് ഇച്ചന്റെ പുറകെ തന്നെ കേട്ടോ. ഇന്നാണ് വള്ളിയില്ല, അതായിരിക്കും അത്ഭുതം. സാധാരണ വള്ളിയുള്ള ഡ്രസ് ഇട്ടാണ് കുഞ്ഞിപ്പണിയോട് ഭയങ്കര സ്നേഹം. വള്ളി പിടിച്ച് കളിക്കാൻ വേണ്ടിട്ടേ വള്ളി ഡ്രസ്സായിട്ട് ഭയങ്കര സ്നേഹം കേട്ടോ. ഇന്നെന്തോ ഉണ്ട്, നീ ഇന്ന് പുറത്ത് സ്കൂട്ടിയിലൊക്കെ കൊണ്ടുപോയതിന്റെ സന്തോഷത്തിലായിരിക്കും. കൊച്ചിന് പാല് 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 എലി എലി എലി. എന്തേലും അവൾ ഇതുവരെ എലീനെ കണ്ടിട്ടില്ല. അയാൾ അങ്ങനെ പറയണ്ട, അവൾക്ക് ഒരു കളിയാക്കി എടുക്കും. അത് ഇല്ലെങ്കിലും ഉണ്ടാക്കി ചമക്കൂട്ടോ. പാല് പൂച്ചോ ഒറ്റ നെയ്യപ്പൻ്റെ കണ്ടോ ഉണ്ടാക്കി ചമക്കി നോക്ക്.
അതെന്താ കാണിച്ച അങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് കാണിക്കുന്നുണ്ടോ? എന്റെ കൂട്ടുകാരെ പണി മൊത്തത്തിൽ പാളിയാണ്. പൊന്നു നെയ്യപ്പ സാമ്പാർ എടുത്തിട്ട് വന്നേക്കുന്നു. നെയ്യപ്പ സാമ്പാർ തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഞാൻ പറഞ്ഞതിന് സാടയുടെ കണ്ടോ നെയ്യപ്പ സാമ്പാറും കൂടി കഴിക്കാട്ടോ. പൊറോട്ടയിലെ പഴംപൊരിയും ബീഫും കഴിക്കാമെങ്കിൽ പിന്നെ നെയ്യപ്പവും സാമ്പാറും എന്താ കഴിക്കാൻ പറ്റത്തെ? എന്തൊക്കെയോ പറയാം. എനിക്കാണ് നീ കഴിച്ചോ? പഴംപൊരിയും ബീഫും കഴിക്കാം, നെയ്യപ്പവും സാമ്പാറും കഴിക്കാം. നെയ്യപ്പവും ബീഫും കഴിച്ചത് കേട്ടോ. ഒരാള് വന്നേക്കുന്നു സാമ്പാർന്ന് നോക്ക്. അങ്ങനെയല്ല, സാമ്പാർ നെയ്യപ്പോ വേണ്ട. കഴിച്ചോക്ക്. എനിക്കിതാന്ന് പറഞ്ഞ കുഞ്ഞിപ്പിന്നെ അറിയുന്നേ. മനസ്സിലല്ലോ അല്ലേ? നിങ്ങളും കഴിച്ചോക്കണം കേട്ടോ കൂട്ടുകാരെ. നെയ്യപ്പവും നല്ല മമ്മ അതിന്റെ ഉള്ളിൽ നിന്ന് ഇച്ചിരി പെണ്ണിന് കൊടുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മധുരവും സാമ്പാറിന്റെ ഒരു അരുവും പുളിയും കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എനിക്കറിയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പത്തരി കഴിക്കുന്ന പോലെ, പത്തരി പോലെ അല്ലേ നെയ്യപ്പം? ആ ഒരു ടൈപ്പ് സംഭവം കേട്ടോ. ആ ഒരു ടൈപ്പ് ടേസ്റ്റ്. മധുരവും അപ്പൊ കൂട്ടുകാരെ അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമായി. ചക്കരി കുറ്റി വന്നേ, ചക്കരി കുറ്റി. കുഞ്ഞിപ്പെണ്ണ് കുടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ട് ഉറങ്ങാനുള്ള വീട്ടിലേക്ക് ആയിട്ടോ. അതെ, കുഞ്ഞിപ്പെണ്ണ് എന്നെ നോക്കിയിരിക്കുക. കളത്ത് നോക്കി മനസ്സിലായോ? എന്താ ബട്ടൺസ്? കുഞ്ഞിപ്പെണ്ണിന്റെ ഹോബിയാണല്ലോ എന്റെ ബട്ടൺസ്. കുഞ്ഞിപ്പെണ്ണ് ഇന്ന് മൊത്തം എന്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. എന്നോട് ഭയങ്കര വഴക്കും എന്റെ അടുത്ത് വരുന്നൊന്നുമല്ല, എന്നോട് പിണക്കായിരുന്നു തോന്നുന്നു കേട്ടോ. എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു കപ്പുണ്ട്, കുഞ്ഞി കപ്പ് കൈ കൊടുത്തിട്ടാണ് നമ്മൾ കുളിപ്പിക്കാതിരുന്നത്. ഒരു ബേസൽ കൂടി പോവാട്ടോ, വീട്ടിൽ കൂടി അവിടെ കൂടെ ഓട്ടാ. ആ ചാടിപ്പോയി. പെണ്ണ് നോക്കിയിരിക്കുമ്പോ കടലറ്റത്ത് പോയി ചാടാൻ നോക്കണതായിട്ട് താറാവ് എവിടെയും പോയി. എന്നിട്ട് ആ കപ്പ് മേടിച്ചതിന് എന്റെ അപ്പൊ തുടങ്ങിയ വഴക്കാട്ടോ. എന്തൊരു മനസ്സിലായിരുന്നു അറിയാവോ? മനസ്സിലൊക്കെ കഴിഞ്ഞു. അവൾ ഓർത്തോർത്ത് കരഞ്ഞു. ദൈവമേ. അപ്പൊ അത്രയും കൂടെ എന്ത് വിഷയം മറ്റു വീട് നാളെ കാണാം. വീട് റെഡി ആയിട്ടിരിക്കുവാ. കിഷ്കിൻ പറഞ്ഞപ്പോഴേക്കും വീട്